ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികൻ മരിച്ചു. ഡൽഹിയിൽ വൻ തീപിടുത്തം, 2 കുട്ടികൾ മരിച്ചു. 1000 വീടുകൾ കത്തി നശിച്ചെന്ന സൂചന. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുതൂർ ചെമ്പുവട്ടക്കാവ് ഉന്നതിയിലെ കാളിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടാനയാക്രമണം ഉണ്ടായത്. വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു. നെഞ്ചിനും കാലുകൾക്കും പരിക്കേറ്റ കാളിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർ ചികിത്സയ്ക്കായി കാളിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ തീപിടുത്തത്തിൽ 2 കുട്ടികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഡൽഹിയിലെ രോഹിണി സെക്ടർ 17-ലെ ശ്രീനികേതൻ അപ്പാർട്ട്മെന്റിന് സമീപമായിരുന്നു തീപിടുത്തം. ഇന്ന് ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. 800 മുതൽ 1000 വരെ വീടുകൾ കത്തി നശിച്ചതായി ഡൽഹിയിലെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പെട്രോളിയം സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീ അതിവേഗം മറ്റു കുടിലുകളിലേക്ക് പടർന്നതായിരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മരിച്ച കുട്ടികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാണാതായ മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിനു നേരെ ആക്രമണം. പെട്രോൾ പമ്പിനുള്ളിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്ന ബസ്സിനു നേരെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ എറിയുകയും മുൻവശത്തെ ചില്ല അടിച്ചു തകർക്കുകയും ചെയ്തു. അക്രമികൾ എറിഞ്ഞ 2 പടക്കങ്ങളിലൊന്ന് പമ്പിനുള്ളിൽ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പൊട്ടാതെ കിടന്ന മറ്റൊരു പടക്കം പോലീസ് എത്തി പെട്രോൾ പമ്പിന്റെ സമീപത്ത് നിന്ന് മാറ്റി. കാറിൽ ബസ് ഉരസി എന്ന പേരിലായിരുന്നു ആക്രമണം. കാറിലെത്തിയ ഗുണ്ട ആട് ഷമീറും സംഘവും കാർ നടുറോഡിൽ നിർത്തിയിട്ട ശേഷം ബസ് ജീവനക്കാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ബസിന്റെ മുൻവശത്തെ ചില്ല ഇരുമ്പ് വടി കൊണ്ട് തകർക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു. ഷമീറിനെയും സംഘത്തെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള സാധ്യത ഇന്ത്യ പരിശോധിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കും. ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ, ജൈവരാസവസ്തുക്കൾ, പഞ്ചസാര തുടങ്ങിയ സുപ്രധാന വസ്തുക്കളുടെ ഇറക്കുമതിയെ ഏറെ ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് വൻ പ്രതിസന്ധിയിലാക്കും. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. തിങ്കളാഴ്ച മുതൽ 3 ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ചൊവ്വാഴ്ചയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ബുധനാഴ്ചയും യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ദിവസം മുൻപ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ 63 വയസ്സുകാരൻ മരിച്ചത് കോളറ ബാധയെ തുടർന്നെന്ന റിപ്പോർട്ട്. ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങളുള്ളത്. കവടിയാർ മുട്ടട സ്വദേശിയാണ് കഴിഞ്ഞ 20-ന് മരിച്ചത്. പനി, ഛർദി തുടങ്ങിയ പ്രയാസങ്ങളോടെയായിരുന്നു മുട്ടട സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സമീപകാലത്ത് ഇദ്ദേഹം ദീർഘദൂര യാത്രകൾ നടത്തിയതിന്റെ വിവരങ്ങൾ ലഭ്യമല്ല. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇദ്ദേഹം യാത്ര നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ അടുത്ത് സമ്പർക്കം പുലർത്തിയ മറ്റുള്ളവർക്കോ രോഗലക്ഷണങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചു. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുള്ള ഭാഗവും ഒഴിവാക്കി. ഇതിന് പകരമായി മഗധ, മൗര്യ, ശുംഗ, ശതവാഹന എന്നീ രാജവംശങ്ങളെ കുറിച്ചുള്ള അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തു. ഒപ്പം ഈ വർഷം നടന്ന കുംഭമേളയും പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പാഠപുസ്തകം പരിഷ്കരിച്ചതെന്നാണ് NCERT പറയുന്നത്. പാഠപുസ്തകത്തിൽ അധ്യായങ്ങളുടെ പേരുകളിൽ ഉൾപ്പെടെ സംസ്കൃതം വാക്കുകളാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികളിൽ ഒരാളെന്ന് സംശയിക്കുന്ന ആദിൽ ഹുസൈൻ തോക്കർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈന്യത്തിനു വേണ്ടതുപോലെ ചെയ്യാമെന്ന് മാതാവ് ഷഹസാദ ബാനു. തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദിൽ കീഴടങ്ങണമെന്നും ഷഹസാദ ബാനു അഭ്യർത്ഥിച്ചു. അനന്തനാഗ് ജില്ലയിലുള്ള ആദിലിന്റെ വീട് സൈന്യം തകർത്തിരുന്നു. കുടുംബാംഗങ്ങളെ സുരക്ഷാ സേന മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറ്റിയ ശേഷമാണ് വീട് തകർത്തത്.
നിന്ന് കള്ളപ്പണം പിടികൂടി. ഇന്ന് പുലർച്ചെ ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് തീവണ്ടിയിൽ നിന്നാണ് രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 34.62 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. സംഭവത്തിൽ തമിഴ്നാട് തെങ്കാശി കടയനല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ്, വിരുദു നഗർ സ്വദേശിയും കൊല്ലം ബീച്ച് റോഡിൽ താമസക്കാരനുമായ ബാലാജി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാനഡയിലെ വാൻകൂവറിൽ തെരുവിൽ നടന്ന ലാപ്പു ലാപ്പു ആഘോഷത്തിനിടയിലേക്ക് കാർ ഇടിച്ചുകയറി ഏതാനും ആളുകൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ സംബന്ധിച്ച കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല. ആഘോഷം നടന്നിരുന്ന ഫ്രേസർ സ്ട്രീറ്റിനും 41 അവന്യൂവിനും സമീപത്തുണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഒരാൾ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.